ആരോഗ്യത്തിൻ പേര് പറഞ്ഞ് ഊറ്റം കൊള്ളും സർക്കാരെ മെഡിക്കൽ കോളേജ് ആശുപത്രി ഡോക്ടറുമില്ല മരുന്നുമില്ല മറുപടി പറയോ മുഹമ്മദ് റിയാസ് ബിജെപിയുടെ പ്രതിഷേധം ജയ് ബോലോ ഭാരത് മാതാ जय बोलो भारत माता जय बोलो बीजेपी जय बोलो बीजेपी जय बोलो बीजेपी जय बोलो बीजेपी ആരോഗ്യത്തിൻ പേര് പറഞ്ഞ് ഊറ്റം കൊള്ളും സർക്കാരെ മറുപടി പറയൂ മുഹമ്മദ് റിയാസ് നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെക്കൂ പോപ്പുറത്ത് പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം ജയ് ബോലോ ഭാരത് മാതാ ജയ് ബോലോ ബിജെപി ജയ് ബോലോ ബിജെപി നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പോപ്പുറത്ത് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ 24 ദിവസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയുള്ള മരുന്ന് ലഭ്യമല്ല. അവിടെ ഡയാലിസിസിന് വരുന്ന രോഗികളെല്ലാം തന്നെ മടങ്ങിപ്പോകുന്നു. കയ്യും കാലും ഒടിഞ്ഞ് അപകടത്തിൽപ്പെട്ട രോഗികളെല്ലാം തന്നെ ഡിസ്ചാർജായി സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകുന്നു. അവിടെ ഡോക്ടർമാരില്ല, അവിടെ നഴ്സുമാരില്ല. ഈ കോഴിക്കോട് ജില്ലയുടെ ചാർജുള്ള ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ്, ആ റിയാസ് തന്റെ ജില്ലയിലുള്ള 10,000-കണക്കിന് രോഗികൾ, പാവപ്പെട്ട രോഗികൾ ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജിൽ മരുന്ന് വാങ്ങിയതിന്റെ പേരിൽ 90 കോടി രൂപ കൊടുക്കാൻ പിണറായി സർക്കാർ ബാധ്യതപ്പെട്ടതിന്റെ പേരിൽ 24 ദിവസമായി മരുന്ന് കമ്പനികൾ മരുന്ന് വിതരണം അവസാനിപ്പിച്ചിരിക്കുന്നു. ആർക്കും ഒരു പ്രയാസമില്ല. നല്ല ഇമ്പം കൊള്ളുന്ന മുദ്രാവാക്യം വിളിക്കും മുഹമ്മദ് റിയാസ്. പാർട്ടി സമ്മേളനങ്ങളിൽ പോയി നമുക്ക് നഷ്ടപ്പെടാൻ കൈവിലങ്ങ് മാത്രമേ ഉള്ളൂ എന്ന ഇമ്പം കൊള്ളുന്ന മുദ്രാവാക്യം വിളിച്ച് പാവപ്പെട്ടവൻ ഉറങ്ങുമ്പോൾ വരെ ചെങ്കൊടി തലയണക്കടിയിൽ വെക്കുന്ന സ്വപ്നം കൊടുത്തവരാണ് പ്രിയപ്പെട്ടവരെ ഈ മണ്ണിൽ അധ്വാനിക്കുന്നവൻ. തെങ്ങുകയറ്റ തൊഴിലാളി, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, പാവപ്പെട്ടവർ പോകുന്ന ഈ ആശുപത്രിയിൽ 24 ദിവസമായി മരുന്നില്ല റിയാസേ. എന്നിട്ടൊരു ഉളുപ്പില്ലാതെ കോഴിക്കോട് അങ്ങാടിയിൽ വന്ന് ഉദ്ഘാടന പരമ്പര നടത്തുന്നു. ഞാൻ ചോദിച്ചോട്ടെ റിയാസേ, താങ്കൾക്ക് നാണമുണ്ടോ? 73,000 കോടി രൂപ നരേന്ദ്രമോദി കൊടുത്ത 6 വരി പാതയിൽ പോയി സെൽഫി എടുത്ത് താങ്കൾ ആഘോഷിക്കുന്നുണ്ടല്ലോ. ഇവിടെ റെയിൽവേ 445 കോടിയുടെ വികസനം നടക്കുമ്പോ താങ്കൾ ഊറ്റം കൊള്ളുന്നു. താങ്കളുടെ ഗവൺമെന്റിന്റെ കോടി രൂപ കൊടുക്കാത്തതിന്റെ പേരിൽ നേരനുഭവത്തിൽ ഇന്നലെ ഞാൻ കണ്ടു. കയ്യും കാലും ഒടിഞ്ഞ ഒരു പാവപ്പെട്ടവൻ, നാദാപുരത്തുള്ള ഒരു പാവപ്പെട്ടവനോട് പറയാം, സർജിക്കൽ കിറ്റില്ല, നിങ്ങൾ പുറത്തു പോകുന്നു. ഇവിടെ മിംസിൽ അന്വേഷിച്ചപ്പോ അവനോട് പറഞ്ഞു 2 ലക്ഷം രൂപ വേണം. 2 ലക്ഷം രൂപ വേണം. ഒരു പാവപ്പെട്ടവൻ കോൺക്രീറ്റ് പണിക്കിടെ കയ്യും കാലും ഒടിഞ്ഞു താഴെ വീണപ്പോ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ അവിടെ സർജിക്കൽ കിറ്റില്ല പോലും. എന്നിട്ട് ഇവർക്ക് ഒരു കൂതലുമില്ല. ഇവിടെ ഒന്ന് ഉദ്ഘാടനം ചെയ്യാം. അതാണ് മരുന്ന് വില ഷോപ്പുണ്ട്, അവിടെ പോയാൽ ഒരു സ്റ്റീലടിച്ചു തരും. മരുന്ന് ലഭ്യമല്ല. ആരായിരുന്നു ഉത്തരവാദി? നിങ്ങൾ പറ. ഞങ്ങൾ എവിടെ പോകണം? കോഴിക്കോട് അങ്ങാടിയിൽ ഇവിടെ പാവപ്പെട്ടവനെയും
അപമാനിച്ചുകൊണ്ട് ഇങ്ങനെ തലങ്ങും വിലങ്ങും ഓടുന്ന മന്ത്രിമാരെ കോഴിക്കോട് അങ്ങാടിയിൽ അവർക്കെതിരെ പ്രതിഷേധിക്കാനും തടയാനും തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ തീരുമാനം. ഞങ്ങൾ ഈ നിലപാടിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല. കാരണം ഞങ്ങൾ ജനപക്ഷത്ത പാവപ്പെട്ട രോഗികൾക്ക് ഇവിടെ ചികിത്സ ഉറപ്പാക്കണം, അവർക്ക് മരുന്ന് ലഭ്യമാക്കണം, അവർക്ക് ഡോക്ടറുടെ ലഭ്യത ഉറപ്പാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രതിഷേധമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ജയ് ബോലോ ഭാരത് മാതാ, ജയ് ബോലോ ഭാരത് മാതാ, ജയ് ബോലോ ബിജെപി, ജയ് ബോലോ ബിജെപി, ജയ് ബോലോ ബിജെപി, ജയ് ബോലോ ബിജെപി. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞു, നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞു, നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞു, നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞു. മെഡിക്കൽ കോളേജ് ആശുപത്രി, മെഡിക്കൽ കോളേജ് ആശുപത്രി, മെഡിക്കൽ കോളേജ് ആശുപത്രി, മെഡിക്കൽ കോളേജ് ആശുപത്രി. ഡോക്ടറുമില്ല. ജയ് ബോലോ ഭാരത് മാതാ, ജയ് ബോലോ ഭാരത് മാതാ, ജയ് ബോലോ ബിജെപി, ജയ് ബോലോ ബിജെപി, ജയ് ബോലോ ബിജെപി, ജയ് ബോലോ ബിജെപി. വീഡിയോ കണ്ണപ്പിയാ കോഴിക്കോട് മുഹമ്മദ് റിയാസ് താങ്കൾ വീട്ടിൽ നിന്നിറങ്ങില്ല. ഇത് ബിജെപി അകത്തുന്നു. ബിജെപി CRV കേട്ടെ, CRV ഡ്രൈവറോടെ പാവപ്പെട്ട രോഗികളുടെ അവർക്ക് മരുന്ന് കൊടുക്കാതെ, അവർക്ക് ഡോക്ടർ കൊടുക്കാതെ ഈ സമരത്തിന് ഞങ്ങൾ പുറകോട്ട് പോകില്ല.
ഇത് 10,000-കണക്കിന് പാവപ്പെട്ട രോഗികൾക്ക് കർഷകർക്ക് വേണ്ടിയുള്ള സമരം. ഇതിന് അറസ്റ്റിലൂടെയൊന്നും ഞങ്ങൾ ഒരാഴ്ച പുറകോട്ട് പോകില്ല. റിയാസ് കോഴിക്കോട് നിലം തൊടില്ല ഇനി അങ്ങോട്ട്. ഉറപ്പാണ് ഇത് കസബിയ ടൗണോ? അല്ല ടൗണായിരിക്കും. സ്റ്റേഷനല്ലേ? കസബേനെ വണ്ടിയാണ്.